ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വളരെയധികം ചിരിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഹൈബി ഈഡൻ എന്ന എറണാകുളം MP, ലോക്സഭാ MP മണിപ്പൂരിന് വേണ്ടി പ്രതിഷേധിക്കുന്നു. ഒരു ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം അവിടെ 10, 200, 250 ജനങ്ങളെ കുരുതി കൊടുത്ത അവസരത്തിലൊന്നും ഇദ്ദേഹം പ്രതിഷേധിച്ചതായിട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹത്തിന് മണിപ്പൂര് പൊട്ടിപ്പുറപ്പെട്ട് അദ്ദേഹം ഒരു പ്രതിഷേധത്തിലേക്ക് കാണുന്നത്. മിസ്റ്റർ ഹൈബിയുടെ ആരുടെ ഐഡിയ ആണ്? സത്യം പറ. KCയുടെയോ സതീശന്റെയോ അതോ മോളിൽ നിന്ന് രാഹുൽ ജിയുടെ ഐഡിയയാണോ മണിപ്പൂര് പ്രതിഷേധം എന്ന് പറഞ്ഞത്? എന്തായാലും ഐഡിയ കൊള്ളാം. പക്ഷേ ഈ നമ്മളെ ബൈബിളിലൊരു വചനമുണ്ട്, കണ്ണിൽ വലിയ മരക്കഷ്ണം ഇതുപോലത്തെ മരക്കഷ്ണം പറഞ്ഞിരിക്കുമേ മണിപ്പൂരുള്ള കരട് അന്വേഷിച്ച് പോവരുത് ഹൈബി. ഇതുപോലത്തെ മരക്കഷ്ണാണ് മുനമ്പത്തിരിക്കണേ. ഇതുപോലത്തെ ഒരു മരക്കഷ്ണം ഈ ഇതില് കണ്ണിലിരിക്കുന്ന സമയത്തെ മണിപ്പൂരിൽ നിന്ന് ഇപ്പൊ പറയുന്നത് അവിടെ ഇപ്പൊ ശാന്താണ്. 2-3 സാധാരണഗതിയിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകള് കൂക്കി വിഭാഗവും മെയ്തൈ വിഭാഗവും തമ്മിൽ നടക്കുന്നു. അവിടെ 2-3 ആൾക്കാർ മരിക്കുന്നുണ്ട്, അവിടെ തീയിടല്. പക്ഷെ ഇത് നടന്നിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് അക്രമം നടന്നിരുന്നത്. അന്നൊന്നും KCയോ താങ്കളോ സതീശനോ ഒന്നും രാഹുൽ ജി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ താങ്കൾ കാണുന്നത് മുനമ്പാണ്. അവിടെയാണ് വലിയ മരക്കഷ്ണം ഇരിക്കണേ. ഈ മുനമ്പത്ത് താങ്കളുടെ മണ്ഡലത്തിൽ കിടന്ന് ഇത്രമാത്രം താങ്കൾ ആരെയാണ് പേടിക്കുന്നേ? താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തില് ഈ മണിപ്പൂരിനെ പറ്റി പറയാൻ? കാരണം താങ്കളുടെ മണ്ഡലം കത്താണ് മിസ്റ്റർ ഹൈബി ഈഡൻ, താങ്കളുടെ മണ്ഡലം കത്താണ്. എനിക്കറിയാം താങ്കൾക്ക് ബലഹീനതകൾ ഉണ്ട്. കാരണം ലീഗിനെ, താങ്കളുടെ പാർട്ടി അവിടെ നിന്ന് മേലെ തൊട്ട് ലീഗിനെയും SDPIനെയും തീവ്രവാദികളെയും ഒക്കെ മോഹിപ്പിക്കണം. തന്നെയല്ല, ലീഗ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഷിയാസ് എന്ന് പറഞ്ഞ DCC പ്രസിഡന്റിനെ കൊണ്ടിരുത്തിയേക്കാണ്. കാരണം അവർക്ക് കണ്ണുള്ള ഒരു പ്രദേശമാണ് ഈ കൊച്ചി. വെറുതെ അല്ല കൊണ്ടിരുത്തേക്കണം. അവർക്കറിയാം, അവർ കണ്ണു വെച്ചേക്കണ പ്രദേശം ഇങ്ങോട്ട് തെക്കോട്ട് ഇറങ്ങി വരുന്നതിൽ താങ്കളൊക്കെ ചീള് പോലെ എടുത്ത് കാട്ടിക്കളയും. അതിന് മുമ്പ് വേണമെങ്കിൽ BJP കയറുന്നതായിരിക്കും താങ്കൾക്ക് ബുദ്ധി. എൻ്റെ ഒരു അല്ലെങ്കിൽ ഇടതു വർഷത്തേക്ക് എവിടെയെങ്കിലും പോയി ഒരു ഇതില് സംവിധാനത്തിൽ വരണ്ടായിരിക്കും. താങ്കൾ ചെറുപ്പക്കാരനാണ്. എനിക്കറിയാം ഇത് KCയുടെ ബുദ്ധിയാണ്. അവിടെ മുനമ്പം കത്തണ്ട്, നീ പോയിട്ട് അവിടെ ആ മണിപ്പൂരിന്ന് പറയുന്നു. സ്വന്തം ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കില്ല. ഹൈബി, നിങ്ങൾക്കൊക്കെ ഒരു നേതാവാൻ വേണമെങ്കിൽ ഇവരൊന്നും പറയുന്നത് കേൾക്കണ്ട. KCയുടെ ബുദ്ധി എന്ന് പറഞ്ഞാലേ, KC കുറെ നാള് രാഹുൽ ജി ചോദിക്കും, KC നമ്മൾ ഇത്തവണയും തോറ്റല്ലോ, നെക്സ്റ്റ് ടൈം രാഹുൽ ജി, നെക്സ്റ്റ് ടൈം 2029. അതിനിടയിൽ KCക്ക് അറിയാം അവിടെ ഒന്നും നടക്കാൻ പോകില്ല. അപ്പൊ KCയുടെ ഐഡിയ 2026 കുപ്പായ ഇട്ടിട്ട് ഇവിടെ മുഖ്യമന്ത്രി ആവാനായിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പൊ ഈ കുപ്പായ ഇട്ടിരിക്കുമ്പോ ഇവിടെ വേറൊരു പ്രശ്നം, ഈ പാലക്കാട്, വയനാടും ചേലക്കരി ഒന്നും കണക്കിലെടുക്കണ്ട കേട്ടോ. അതൊക്കെ ഉണ്ടല്ലോ, SDPIയും നമ്മുടെ ഷാഫിയുടെ കപട മതേതരത്വവും. പിന്നെ നിങ്ങൾ പെങ്ങളുട്ടീനെ തോൽപ്പിച്ചല്ലോ, നിങ്ങളുടെ പാർട്ടിയിൽ താങ്ങി അതിനെ പാവത്തിനെ കൊണ്ടുപോയി ആ രമ്യ ഹരിദാസിനെ ചേലക്കര തോൽപ്പിച്ചു. അപ്പൊ ഈ വിജയം കണക്കിലെടുക്കണ്ട, സുഡാപ്പി വോട്ടുകളാണ്. കേരളം എന്ന ചിത്രം വേറെയാണ്. അത് നിങ്ങൾ കാണാൻ പോകുന്നത് 2026 ഇനി മുന്നോട്ടുള്ള ഇലക്ഷനിലൊക്കെ നിങ്ങൾ ഇത്തിരി ഇതറിയാം. വലിയ നേതാക്കന്മാർക്ക് അതിന്റെ ഫീല് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇവിടെ വരാപ്പുഴയൊക്കെ വന്ന് കളിക്കണത്. താങ്കള് എന്തും കണ്ടായി കളിക്കണേ? ഇതൊക്കെ നടക്കുന്ന വിചാരം, അതായത് മുനമ്പെന്ന് പറയുമ്പോ വഖഫ് എന്ന് പറയുമ്പോ നേരെ മണിപ്പൂരിന്ന് കാണിക്കുക. അപ്പൊ KCയുടെ ഐഡിയ കണ്ട് കളിക്കുകയാണെങ്കിൽ താങ്കൾക്ക് വളരെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് താങ്കളോട് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിപ്പോ ഒരു പ്രതിവിധിയായിട്ട് താങ്കൾ ഇടതും വലതൊക്കെ ഇഴചേർന്നാണല്ലോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ സഖാവ് പിണറായി വിജയൻ കൊണ്ടിരിക്കുന്ന ഒരു പരിഹാരം ജുഡീഷ്യൽ അന്വേഷണം. എന്തിനാ? അടുത്ത 25 വർഷത്തേക്കും കൂടി ഇവരെ പറ്റിച്ച് ഉണ്ടാക്കാൻ കൊണ്ടുപോകാം എന്നാണ് നമ്മുടെ സഖാവ് പിണറായി വിജയന്റെ ഐഡിയ. മുമ്പൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, നിസാർ കമ്മീഷൻ. അതിൽ ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ അത്ര കാര്യമായിട്ടൊന്നും ഇത് പഠിച്ചിട്ടില്ല, എന്നാലും ഇത് വഖഫാ. അതിൽ റിപ്പോർട്ടിൽ എഴുതിയേക്കാണ്, ഇത് ഞാൻ ഇത്ര സൂക്ഷ്മമായിട്ടൊന്നും ഉള്ള റിപ്പോർട്ടല്ല, എന്നാലും ഇത് വഖഫിന്റെയാ. ഇനി വരാൻ പോണ കമ്മീഷൻ ഏതാന്ന് പറയട്ടെ, മുഹമ്മദ് കുട്ടി കമ്മീഷൻ. തോമസ് കുട്ടിയും കൃഷ്ണൻകുട്ടി കമ്മീഷനൊന്നും നടക്കില്ല, മുഹമ്മദ് കുട്ടി കമ്മീഷൻ. എത്രമാത്രം ഭയപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയക്കാര്, എത്രമാത്രം മാധ്യമങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇതിലൊന്നും നിൽക്കില്ല. കാരണം
ഇന്ത്യ മാറുകയാണ്. ഇതിലേക്ക് അടിമപ്പെടില്ല. ഇപ്പൊ ഇതുമായിട്ട് കൂട്ടി വായിക്കുന്ന കുറെ അധികം സംഭവ വികാസങ്ങൾ ഇപ്പൊ ഈ മോദിജി തന്നെ ഈ വിഷയത്തില് ഇത് കൊണ്ടുവരാൻ പോകുകയാണ്. ഇപ്പൊ അടുത്ത മാസം വരും. അപ്പൊ താങ്കൾ എവിടെയാണ്? ഈ വഖഫിനെതിരായിട്ടാണോ വഖഫിന് അനുകൂലമായിട്ടാണോ ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടെ എന്നുള്ളത് പറയേണ്ടി വരും. പക്ഷെ കോൺഗ്രസിന് ഒരു ബുദ്ധി ഉണ്ടെന്ന് എനിക്കറിയാം. കോൺഗ്രസ് ഇതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നുള്ളൊരിത്. കാരണം അവർക്ക് ഈ പ്രീണനം അല്ലാണ്ട് ഒന്നും അറിയില്ല. താങ്കളുടെ പാർട്ടിക്ക് അറിയില്ല. താങ്കളെ പോലെയുള്ള നേതാക്കൾ നേരെ നിന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളുടെ പാർട്ടിയെ മാറ്റായിരിക്കാം. ലീഗിന്റെ ഇത്രമാത്രം അടിമപ്പെടണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് താങ്കൾ പാർട്ടിക്ക് ഉള്ളിൽ പറയാമല്ലോ. പറയാലോ, അപ്പൊ ഞങ്ങളുടെ മതക്കാരോ ഇതെല്ലാം നിങ്ങൾ എന്താ കൊണ്ടുപോകുന്നേ? അപ്പൊ താങ്കളോട് പെട്ടെന്ന് പറയും, അയ്യോ സ്നേഹത്തിന്റെ കടയല്ലേ ഇത്, നിങ്ങളൊരു മതേതരവാദിയല്ലേ, പാർട്ടി കോൺഗ്രസ് അല്ലേ എന്ന് പറയും. എന്നിട്ട് ലീഗ് എല്ലാം കൊണ്ടുപോകും. അപ്പൊ താങ്കളുടെ ജനം കൊച്ചിയിലാണെങ്കിൽ ശക്തമായിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഇവരൊക്കെ PDP ഇവരൊക്കെ എഴുന്നേറ്റ് നിൽക്കൂലോ. അപ്പൊ പറയാ, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നും എന്താ ഇങ്ങനെയൊക്കെ പറയണ, എന്താ വഖഫും മുനമ്പവും ഇതും ഈ പ്രീണനം മാത്രം കൊണ്ട് നടന്നാ പോരാ എന്നൊക്കെ പറഞ്ഞു നോക്കുക. അതൊന്നും കേൾക്കാൻ പോണില്ല. കാരണം അവർ ഈ തീവ്രവാദികളുടെ കൂടെയാണ്. അവരാണ് താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയാണ് കഴിഞ്ഞ 75 വർഷത്തിനുള്ളില് ഇത് മുഗൾ ഭരണം വീണ്ടും വരുത്താനായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കൊണ്ടുപോയിരുന്നത്. അപ്പൊ തന്നെയുള്ള സഖാവ് പിണറായി വിജയൻ കൊണ്ടുവരുന്ന മുഹമ്മദ്കുട്ടി കമ്മീഷൻ വീണ്ടും അടുത്ത 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവരികയായിരിക്കും വീണ്ടും ഒരു റിപ്പോർട്ട്. അതൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം 2022 മുമ്പ് അവരുടെ സ്ഥലങ്ങൾ ക്രയവിക്രയം ചെയ്യാമായിരുന്നു, വിൽക്കാമായിരുന്നു, ലോൺ എടുക്കാമായിരുന്നു. ആ സ്ഥിതിയിലേക്കാണ് എത്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരു മറ്റേ മതേതരവാദി ഷാഫി പറമ്പിൽ പറയണ്ടായി ആരും ഇറക്കി വിടില്ല എന്ന്. പിന്നെ സക്കീർ വഖഫിന്റെ ചെയർമാൻ CEO ആർട്ടെ പറയണ്ടായിരുന്നു ആരെയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കില്ല. ഇതൊന്നല്ല ജനങ്ങൾക്ക്, അതൊക്കെ വെറും ഇതാണ്. പിന്നെ ജുഡീഷ്യൽ കമ്മീഷൻ പിണറായി വിജയന്റെ ഇതൊന്നല്ല അവിടെ വേണ്ടത്. അവിടെ വേണ്ടത് 2022 മുമ്പുള്ള ജനങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർ ക്രയവിക്രയം ചെയ്തിരുന്ന ഭൂമി വീണ്ടും ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരം വഖഫിന്നുള്ളത് വഖഫിനെ മാറ്റി നിർത്താം. അതിന്റെ ആവശ്യം ചിലപ്പോൾ വരില്ല കേട്ടോ. കാരണം അവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെ കണ്ടിട്ടുണ്ട്. വഖഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വഖഫ് എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നാണ് എൻ്റെ അനുമാനം. അപ്പൊ ഹൈബീറിനൊക്കെ ഒന്നും കൂടി ഒന്ന് ഇതാകൂ, ഇത്രയും കൂടിയും ഒരു സ്വന്തം കാര്യങ്ങളും സ്വന്തം മണ്ഡലത്തെ പറ്റിയും സ്വന്തം വിഭാഗത്തെ പറ്റിയൊക്കെ സംസാരിച്ച് തുടക്കണമെന്നുകൊണ്ട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.